ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമുക്കിന്ന് 35-ാം ദശകം രാമായണ കഥ 2-ാം ഭാഗത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 4-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമുദ്രദേവനോട് പ്രാർത്ഥിച്ച് ലങ്കയിലേക്ക് ചിറകെട്ടാനുള്ള വഴി വാങ്ങുന്നതാണ്. ഇന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ സമുദ്രമധ്യത്തിൽ സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് രാവണനോട് യുദ്ധം ചെയ്യുന്നതാണ് കാണുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യയാതോ യാതോന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധ പദകപതികരുന്മാരുതൈർമോചിതോ ഭൂ. കീശൈഃ ആശാന്തര ഉപഹൃത ഗിരിനികരൈഃ സേതും ആധാപ്യ യാതോ യാതൂനി ആമർദ്യ ദംഷ്ട്ര നഖ ശിഖരി ശിലാസാലശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധഃ പദകപതി ഗരുന്മാരുതൈഃ മോചിതഃ അഭൂ. നമുക്കിനി അതിൻ്റെ സാരാംശം നോക്കാം. കീശൈരാശാന്തരോപഹൃത, കീശൈഃ വാനരന്മാരാൽ, ആശാന്തരോപഹൃത പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്ന, ഗിരിനികരൈഃ ഗിരിപർവ്വതം, ഗിരിനികരൈഃ ഗിരി പർവ്വത കഷണങ്ങൾ, പർവ്വതഖണ്ഡങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് പാറക്കഷണങ്ങളെയാണ്. വലിയ വലിയ പാറക്കഷണങ്ങളായതുകൊണ്ടാണ് പർവ്വതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സേതും ആധാപ്യ, സേതു ബന്ധിച്ചിട്ട്, അതായത് സമുദ്രമധ്യത്തിൽ ചിറകെട്ടിയിട്ട്, യാതഹ പോയി. ഇവിടെ യാതൂനി ആമർദ്യ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെ മർദ്ദിച്ചു എന്നാണ്. ചിറകെട്ടി അവർ ലങ്കയിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട്, ഇനി എങ്ങനെയാണ് മർദ്ദിച്ചതെന്ന് പറയുകയാണ്. ദംഷ്ട്ര നഖ ശിഖരി ശിലാസാലശസ്ത്രൈഃ, എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദംഷ്ട്ര അവരുടെ പല്ലുകളാണ്, നഖം തന്നെ, ശിഖരി എന്ന് പറഞ്ഞിരിക്കുന്നത് വൃക്ഷശിഖരങ്ങളെയാണ്, ശിലാസാലശസ്ത്രൈഃ ശില പാറക്കഷ്ണങ്ങൾ തന്നെ, സാലം പനയാണെങ്കിലും ഇവിടെ എല്ലാ ജാതി വൃക്ഷങ്ങളുടെ ശിഖരങ്ങളെയും ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ജാതി ആയുധങ്ങളാണ് അവർ വഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ആയുധങ്ങൾ വഹിച്ചു എന്ന് പറയാൻ കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ ചെറിയ ചെറിയ വാനരന്മാരെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇവരെല്ലാം ദേവന്മാരുടെ പുനർജന്മമായതുകൊണ്ട് തന്നെ അസാമാന്യ ശക്തിയുള്ളവരും അസാമാന്യ വലിപ്പമുള്ളവരുമാണ്. അതുകൊണ്ട് ചെറിയ വൃക്ഷശിഖരങ്ങളോ ചെറിയ പാറക്കഷ്ണങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ്. അതുകൊണ്ടാണ് ഗിരിനികരൈഃ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ. സ്വസൈന്യൈഃ തൻ്റെ വാനര സൈന്യങ്ങളെ കൊണ്ട്, വ്യാകുർവൻ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കുക. ഇവിടെ സ്വസൈന്യങ്ങളെ കൊണ്ട്, സാനുജഃ ത്വം, സ അനുജഃ സ്വന്തം അനുജനായ ലക്ഷ്മണനോടുകൂടി, ത്വം അവിടുന്ന് നിന്തിരുവടിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, പരം വിക്രമം വലിയ പരാക്രമം കാണിക്കുന്നതിനിടയിൽ, ശക്രജേത്ര നാഗാസ്ത്രബദ്ധഃ വേഗാന്നാഗാസ്ത്രബദ്ധഃ, ആ ശക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്, ജേത്ര വിജയിച്ചവൻ, ദേവേന്ദ്രനെ വിജയിച്ചവനായ ആ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്ര പ്രയോഗത്താൽ ബദ്ധനായി എന്ന് പറഞ്ഞാൽ നാഗാസ്ത്രബദ്ധനായി, നാഗാസ്ത്രത്താൽ ബന്ധിതനായി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സർപ്പവിഷമേറ്റു മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അതിന് പ്രതിവിധി എന്താണെന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. പദകപതികരുന്മാരുതൈർമോചിതോ ഭൂ, പദകപതി ഗരുഡനാണ്. സാക്ഷാൽ ഗരുഡൻ്റെ ആ ഗരുന്മാരുതൈർമോചിതോ ഭൂ, ഗരുഡൻ്റെ ചിറകടി ഒച്ച കേട്ടപ്പോൾ, ആ ചിറകടിക്കുമ്പോൾ ഉണ്ടായ ആ കാറ്റടിച്ചിട്ട് മോചിതഃ അഭൂ, ആ മോചിതനായി നാഗാസ്ത്രബദ്ധനായി മോഹാലസ്യപ്പെട്ട് വീണ ഭഗവാനും ശ്രീ ലക്ഷ്മണനും മോഹാലസ്യത്തിൽ നിന്ന് മോചിതരായി ഭവിച്ചു എന്നർത്ഥം.
ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജനായ ലക്ഷ്മണനോടും വാനര സൈന്യങ്ങളോടും കൂടി ചിറകെട്ടി ലങ്കയിൽ എത്തിച്ചേർന്ന് രാക്ഷസന്മാരെ മർദ്ദിക്കുകയാണ്. അവരുടെ ആയുധങ്ങൾ അവരുടെ പല്ലുകളും നഖങ്ങളും വൃക്ഷശിഖരങ്ങളും അതുപോലെ വലിയ പാറക്കഷ്ണങ്ങളുമായിരുന്നു. അങ്ങനെ വലിയ പരാക്രമത്തോടുകൂടി ആ സമരഭൂമിയിൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ദേവേന്ദ്രനെ വിജയിച്ചവനായ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്ര പ്രയോഗത്താൽ മോഹാലസ്യപ്പെട്ട് വീഴുകയും ഗരുഡൻ്റെ പക്ഷിശ്രേഷ്ഠനായ പക്ഷികളുടെ രാജാവായ ആ ഗരുഡൻ്റെ ചിറകടിക്കാറ്റിനാൽ ആ മോഹാലസ്യത്തിൽ നിന്ന് മോചിതനായി തീരുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 6ാമത്തെ ശ്ലോകത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെയും ശ്രീരാമൻ കുംഭകർണനെയും വധിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളദസുർവാതജാനീത ശൈല ഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമൂ ഭക്ഷിണം വെക്ഷിണോസ്ത്വം. സൗമിത്രിഃ തു അത്ര ശക്തിപ്രഹൃതിഗളദസുഃ വാതജ ആനീത ശൈലഘ്രാണാത് പ്രാണാനുപേതഃ വ്യകൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭനഃ കുംഭകർണം സംപ്രാപ്തം കമ്പിത ഉർവീതലം അഖിലം ചമൂഭക്ഷിണം വെക്ഷിണഃ ത്വം. സൗമിത്രി ലക്ഷ്മണനാണ്. തു അത്ര അവിടെ ആ യുദ്ധകളത്തിലെ കാര്യമാണ് പറയുന്നത്. ശക്തി പ്രഹൃതിഗളദസുഹു ശക്തി എന്ന വേൽ കൊണ്ടുള്ള ആഘാതമേറ്റിട്ട് ഇവിടെ ജീവൻ പോയിട്ട് എന്നാണ്. വാതജാനീത ശൈലഘ്രാണാത് വാതജൻ ശ്രീ ഹനുമാൻ, ആനീതം കൊണ്ടുവരപ്പെട്ട ശൈലം പർവ്വതം. വാതജാനീത ശൈലഘ്രാണാത് അതിലെ കാറ്റ് ശ്വസിച്ചപ്പോൾ തന്നെ. അപ്പോൾ ആ കാറ്റ് ശ്വസിക്കാനുള്ള കാരണം ലക്ഷ്മണൻ മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ഔഷധസസ്യമായ മൃതസഞ്ജീവനി കൊണ്ടുവരാനായി ശ്രീ ഹനുമാൻ മരുത്വാമലയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ട് പർവ്വതത്തോടെ എടുത്തുയർത്തി കൊണ്ടുവരുന്നതാണ് നാം കാണുന്നത്. ആ പർവ്വതത്തിലെ ഔഷധസസ്യങ്ങളുടെ കാറ്റടിച്ചപ്പോൾ തന്നെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ശൈലഘ്രാണാത് പ്രാണാനുപേതഃ പ്രാണൻ തിരിച്ചു കിട്ടിയ ആ സൗമിത്രി. വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം വ്യകൃണുത കൊന്നു, വധിച്ചു കളഞ്ഞു. കുസൃതി ശ്ലാഘിനം കുസൃതിക്ക് പേര് കേട്ട പുകഴ്ത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ കുസൃതി എന്നുദ്ദേശിക്കുന്നത് കപട വേഷത്തെയാണ്, മായാപ്രയോഗത്തെയാണ്. രാക്ഷസന്മാർ മായാവികളാണല്ലോ. ആ മായാവിദ്യകൾക്ക് പേര് കേട്ട ശ്ലാഘിക്കപ്പെട്ട ആ മേഘനാഥനെ കൊന്നു എന്നർത്ഥം. ഇവിടെ മായാപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ സമരഭൂമിയിൽ തേരിൽ അമ്പെയ്ത് കഴുത്തറുത്ത് കൊന്ന ആ സീതാദേവിയുടെ തല ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അത് കണ്ട് എല്ലാവർക്കും വിഷമമുണ്ടായി. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ മോഹാലസ്യപ്പെട്ട് വീഴുകയുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ കുസൃതി ശ്ലാഘനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മായാവിദ്യകളിൽ ക്ഷോഭിച്ച ശ്രീരാമചന്ദ്രനോട് ഇനി വിഭീഷണൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം. അങ്ങനെ ആ മേഘനാഥനെ വധിച്ചു കഴിഞ്ഞു. ഇനി ഈ മായാ പ്രകടനങ്ങളിൽ ക്ഷുഭിതനായ ശ്രീരാമചന്ദ്രനെ വൈഭീഷണ വചനം എന്ന് പറഞ്ഞാൽ വിഭീഷണൻ്റെ വചനങ്ങളാൽ, വിഭീഷണൻ്റെ വാക്കുകൾ ഹൃദസ്തംഭനഃ ആ ക്ഷോഭത്തിൽ നിന്നും കുറച്ചൊക്കെ മോചിപ്പിച്ചു. അതായത് വിഭീഷണൻ്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിച്ചു എന്നർത്ഥം. അതുപോലെ തന്നെ സ്തംഭന കുംഭകർണം സംപ്രാപ്തം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സംപ്രാപ്തം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്തിച്ചേർന്ന കുംഭകർണം. എത്തിച്ചേർന്ന കുംഭകർണനെ കമ്പിതോർവീതലം എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭൂമി കുലുക്കിക്കൊണ്ടാണ് വന്നത്. അഖില ചമൂഭക്ഷിണം എല്ലാ വാനരന്മാരെയും, അതായത് അവിടെ ഉണ്ടായിരുന്ന വാനര സൈന്യത്തിൽ ഉണ്ടായിരുന്ന വാനരന്മാരെയെല്ലാം വാരി വലിച്ച്
മൂക്കിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം അകത്താക്കിക്കൊണ്ടാണ് വന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അഖില ജമൂഭക്ഷിണം, എല്ലാ വാനരന്മാരെയും ഭക്ഷിച്ചുകൊണ്ട് വന്ന, ഭൂമി കുലുക്കിക്കൊണ്ടുവന്ന, അവിടെ എത്തിച്ചേർന്ന കുംഭകർണനെ വധിച്ചു കളയുകയാണ്. അഖില ജമൂഭക്ഷിണം വെക്ഷിണോസ്ത്വം, വെക്ഷിണഹ കൊന്നുകളഞ്ഞു, ത്വം അവിടുന്ന്, നിന്തിരുവടി ശ്രീരാമചന്ദ്രനാണ് വധിക്കുന്നത്. ലക്ഷ്മണന് 2 പ്രാവശ്യം രാവണനിൽ നിന്ന് വേൽ കൊണ്ടുള്ള പ്രഹാരം ഏൽക്കുകയുണ്ടായി. ആദ്യത്തെ പ്രാവശ്യം തന്നെത്താൻ സ്വബോധം വീണ്ടു കിട്ടുകയാണ്. 2ാമത്തെ പ്രാവശ്യം ഹനുമാൻ കൊണ്ടുവരുന്ന ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ആ പർവ്വതത്തിൽ നിന്നുള്ള ഗന്ധമേറ്റിട്ട് ജീവൻ വീണ്ടു കിട്ടുന്നതാണ്. ഇനി ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ടും ലക്ഷ്മണൻ ബോധം കെട്ട് വീഴുകയുണ്ടായി. അത് നമ്മൾ കണ്ടു ഇല്ലേ? ജാമ്പവാൻ്റെ ഉപദേശപ്രകാരം ഹനുമാൻ ഔഷധി പർവ്വതം ആദ്യമായി കൊണ്ടുവന്ന് ബോധക്ഷയം തീർത്തത് അപ്പോഴാണ്. ഇങ്ങനെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ടും രാവണൻ്റെ വേൽ ഏറ്റിട്ടും 2 തവണ മരിക്കാറായതാണ്. ഈ 2 പ്രാവശ്യവും ഹനുമാനാണ് ഔഷധപർവ്വതം കൊണ്ടുവന്ന് ബോധം ഉണ്ടാക്കുന്നത്. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളദസു എന്നായിരുന്നു പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ ഔഷധി കൊണ്ടുവരുന്നതും ജീവിപ്പിക്കുന്നതും നമുക്ക് കാണാം. അസ്ത്രം കൊണ്ടും ശക്തി കൊണ്ടുമുള്ള ആഘാതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ശ്ലോകത്തിൽ മായാസീതയെ ആണ് വധിച്ച് കൊണ്ടുവന്ന് തല പ്രദർശിപ്പിക്കുന്നത്. അതിൽ വളരെയധികം ക്ഷോഭിച്ച് വ്യസനിച്ചിരിക്കുമ്പോൾ വിഭീഷണൻ്റെ വാക്കുകളാൽ ആശ്വാസം ലഭിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ, അതായത് വിഭീഷണൻ പറയുകയാണ്, ഇത് യഥാർത്ഥത്തിൽ വധിച്ചതല്ല സീതാദേവിയെ, മറിച്ച് അവരുടെ മായാപ്രയോഗമാണ്, അതിൽ വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. സാക്ഷാൽ ശ്രീ ഭഗവതിയെ അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെ ആർക്കെങ്കിലും ഒന്ന് സ്പർശിക്കാൻ പോലും സാധ്യമാകുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ വധിക്കാനാണ്? ഇത് കേൾക്കുന്ന ഈ വിഭീഷണൻ്റെ വാക്കുകൾ കേൾക്കുന്ന ശ്രീരാമചന്ദ്രൻ അവിടെ ഭൂമി കുലുക്കിക്കൊണ്ട് വാനരന്മാരെയെല്ലാം വലിച്ചു വാരി വിഴുങ്ങിക്കൊണ്ടുവന്ന കുംഭകർണനെ വധിക്കുകയാണ്. രാമായണത്തിൽ പറഞ്ഞ ഓർഡറിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാവ്യഭംഗിക്ക് വേണ്ടി, അതായത് വരികളുടെയും ശ്രദ്ധര വൃത്തത്തിലാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്, ആ വൃത്തം അനുസരിച്ച് എഴുതാൻ വേണ്ടി ഓർഡർ തെറ്റിച്ചൊക്കെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. രാമായണത്തിൽ സേതുബന്ധനം, രാവണ ശുഗ സംവാദം, ശുഗനാരായിരുന്നു, മാല്യവാൻ വരുന്നത്, അദ്ദേഹത്തിൻ്റെ നീതിവാക്യം, യുദ്ധം, അതുപോലെ തന്നെ കുംഭകർണൻ രാവണനെ ഉപദേശിക്കുന്നുണ്ട് വരുന്നതിന് മുമ്പ് തന്നെ. കുംഭകർണനും വിചാരിക്കുന്നത് മരിക്കുന്നത് ഭഗവാന്റെ കൈകൊണ്ടാണെങ്കിൽ മോക്ഷം ലഭിക്കുമല്ലോ എന്നാണ്. അങ്ങനെയാണ് കുംഭകർണൻ യുദ്ധത്തിന് വരുന്നത് തന്നെ, ഇന്ദ്രജിത്ത് വിജയിക്കുന്നത്. അതുപോലെ തന്നെ ഔഷധം കൊണ്ടുവരാൻ വേണ്ടി ഹനുമാൻ യാത്ര തിരിക്കുന്നത്, ആ യാത്രക്കിടയിൽ കാലനേമി എന്ന രാക്ഷസൻ ആ യാത്ര തടസ്സപ്പെടുത്തുന്നത്, കാലനേമിയെ വധിക്കുന്നത്, പിന്നെ ഔഷധങ്ങളുമായി തിരിച്ചു വരുന്നത്, പിന്നീടാണ് മേഘനാഥനെ വധിക്കുന്നത്. ഇങ്ങനെയാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാമായണത്തിലെ ഈ കഥകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കണം. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യങ്ങളാണ് ഈ കലിയുഗത്തിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ നമുക്കറിയാം, TV ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വാർത്തകൾ നമ്മളെയെല്ലാം ഞെട്ടിക്കുന്നതും വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്നതുമാണ്. എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഭഗവത് സാമീപ്യവും ഭഗവത് ചിന്തയും മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട സമയമാണിത്. നമ്മുടെ കുട്ടികളിലേക്കും നമ്മൾ ഈ അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ്. കുറച്ച് സമയമെങ്കിലും അവരോട് കൂടിയിരുന്ന് അവർക്ക് വേണ്ടി സമയം ചിലവഴിച്ച് അവരിലേക്ക് ഭഗവത് ചിന്തകൾ നിറയ്ക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ സാരാംശം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ശുഭദിനം നേരുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായി കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്.